വീഴ്ചകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ ഇന്നേ വരെ മുന്നോട്ട് നീങ്ങിയിട്ടുള്ളത്. ISL മൈതാനങ്ങളിൽ സ്ഥിരം തങ്ങൾക്കെതിരെ നിൽക്കുന്ന കള്ളച്ചുവടുകൾക്ക് മുന്നിൽ അടിപതരാതെ തന്നെയാണ് ഓരോ മത്സരവും അതിജീവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വർഷവും നഷ്ടപ്പെടുമെന്ന് ഏറെക്കുറെ തീർപ്പ് കൽപ്പിച്ചിരുന്നു. എന്നാൽ അതെല്ലാം തിരിച്ചെടുക്കുവാൻ എല്ലാ സാഹചര്യങ്ങളും മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. തോൽക്കേണ്ടവർ തോറ്റും വിജയിക്കേണ്ടവർ വിജയിച്ചും മുന്നിലുള്ള പാതയിലെ പ്രതിസന്ധികളെല്ലാം ഇന്ന് അനുകൂലമായി ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചിരുന്ന ആ ചിന്തകൾക്ക് മുകളിൽ പ്രതീക്ഷകൾ തകരാത്തൊരു സീസണായി ഈ വർഷം മാറുമ്പോൾ എന്തോ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്ന് മനസ്സ് പറയാതെ പറയുന്നുണ്ട്. സ്വന്തം മാനേജ്മെൻറ്റും ഒരു പ്രത്യേക ആരാധകൂട്ടവും ISLലെ മഹാപണ്ഡിതന്മാരായ റഫറിമാരും വരെ തളർത്താൻ ശ്രമിച്ചിട്ട് പോലും അവർ മുന്നേറിക്കൊണ്ടിരുന്നില്ലേ? അവരെ പിന്തുണയ്ക്കുവാൻ ഞാനടങ്ങുന്ന യഥാർത്ഥ ആരാധകക്കൂട്ടം ഉണ്ടായിരുന്നില്ലേ? വെറുപ്പിൽ നിന്നുകൊണ്ട് ഒരു ടീമിനെ ആരാധിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഒരു ബ്ലാസ്റ്റേഴ്സ് ആരാധകനായി അല്ലെങ്കിൽ ഒരു കാൽപന്ത് ആരാധകനായി തുടർച്ചയായി ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മാനേജ്മെൻറ്റിനോട് എക്കാലവും എതിർപ്പും വിദ്വേഷവും വിമർശനവും ഉയർത്തുമെങ്കിലും ഈ ടീം എന്നും ഞങ്ങൾ വികാരമാണ്. എന്നാൽ ആ നാടിൻ്റെ വികാരം വിറ്റ് വിലയിടുന്നവർ തന്നെ അതിനെ നിരന്തരം വ്രണപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഈ സീസണും പഴയതുപോലെ തന്നെ അവസാനിക്കുമെന്ന് കരുതിയിരുന്നു. എന്നാൽ ഇത്തവണ ഫുട്ബോൾ ദൈവങ്ങൾ ഞങ്ങൾക്കൊപ്പമുണ്ട്, ഈ ടീമിനൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കഥയിൽ ഇതുവരെ ഞങ്ങൾ വീണു പോകാത്തതും. ഞങ്ങൾ ഉയർത്തി നിൽക്കും. അടുത്ത മത്സരം യഥാർത്ഥത്തിൽ ഞങ്ങൾക്കൊരു കലാശ പോരാട്ടം തന്നെയാണ്. അറിയാം, ഒരു തരത്തിൽ മഹാഭാരതത്തിലെ 18-ാം ദിനം, ഒടുക്കത്തെ ദിവസം. ഇവിടെ പിഴവുകൾക്കൊന്നും സ്ഥാനമില്ല. ഒരുപക്ഷേ ഈ മത്സരം പരാജയപ്പെട്ടാൽ എല്ലാം അവസാനിക്കുമായിരിക്കും. ഇനി അങ്ങനെയാണെങ്കിൽ പോലും പോരാടി തന്നെ വീഴണമെന്നാണ് ആഗ്രഹവും. പലരും ടീമിൽ ഇല്ലെന്ന് കേൾക്കുന്നുണ്ട്. പലർക്കും പല അഭിപ്രായങ്ങളുമുണ്ട്. ആരില്ലെങ്കിലും ഈ വിജയം അനിവാര്യം തന്നെയാണ്. സാഹചര്യങ്ങളെല്ലാം മുന്നിൽ അനുകൂലമായി വിധിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ വിജയം തന്നെയാണ് മുന്നോട്ടുള്ള വിധിയെ നിർണ്ണയിക്കാൻ പോകുന്നത്. അതിനായി വരാനിരിക്കുന്ന യുദ്ധങ്ങളിൽ കരുതി വച്ചിരിക്കുന്ന ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടി ഞങ്ങൾ കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ആ വരവ് വിജയിക്കാൻ തന്നെയായിരിക്കും. വിജയത്തിൻ്റെ പാതിരാവ് അന്ന് കൊച്ചിയുടെ മണ്ണിൽ വിരിഞ്ഞിരിക്കും. ബഗാനും കടന്ന് അടുത്തവന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. വി ബിലീവ് ബ്ലാസ്റ്റേഴ്സ്. ഈ മഞ്ഞപ്പട, ഈ മഞ്ഞക്കുപ്പായക്കാർ അവർക്ക് വേണ്ടി ഫുട്ബോളിനെ നെഞ്ചിൽ ആവാഹിക്കുന്ന, ഫുട്ബോളിനെ ഒരു ഹൃദയ വികാരം പോലെ കൊണ്ടു നടക്കുന്ന കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി ഈ വിജയം ബ്ലാസ്റ്റേഴ്സ് സമർപ്പിക്കുന്നു.